ഉണ്ടാകുമെന്ന്. ഇപ്പോൾ ഈ പരാതിക്കാരൻ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. തോമസ് കേൾക്കാമോ? കേൾക്കാൻ പറഞ്ഞോളൂ. എന്തായിരുന്നു നിങ്ങളുടെ പരാതി? പൊതുപ്രവർത്തനം എന്നുള്ള നിലയിൽ PV അൻവർ കാണിച്ചത് ഗുരുതരമായ തെറ്റാണ്. പൊതുപ്രവർത്തകന് ഹലോ പറഞ്ഞോളൂ. പൊതുപ്രവർത്തകന്റെ ജോലിയിൽപ്പെട്ട കാര്യമല്ല ഫോൺ ചോർത്തുന്നത്. അതിന് സംവിധാനങ്ങൾ വേറെ ഉണ്ട്. അത് അവർ ചെയ്യേണ്ട ജോലിയാണ്. ഈ മനുഷ്യനെ ഈ ഫോൺ ചോർത്തി എന്നുള്ളത് തന്നെയല്ല, ആ വിവരം പരസ്യമായി പറയുകയും കൂടെ ചെയ്തു. വാർത്താ ചാനലുകളിലെ പത്രസമ്മേളനം നടത്തി ചാനലുകളിലെല്ലാം റിപ്പോർട്ട് ചെയ്യുകയും കൂടെ ചെയ്തു. അതൊരു നല്ല സന്ദേശമല്ല പൊതുജനത്തിന് കൊടുക്കുന്നത്. ഞാൻ ആരുടെയൊക്കെ ഫോൺ ചോർത്തി 2-3 പറഞ്ഞെങ്കിലും ബാക്കി ആരുടെയൊക്കെ ചോർത്തിയിട്ടുണ്ടെന്നുള്ളത് അജ്ഞാതമായ കാര്യമാണ്. രാജ്യസുരക്ഷയെ സംബന്ധിക്കുന്ന എന്തൊക്കെ ഇപ്പോൾ ചോർത്തിട്ടുണ്ടെന്നുള്ള കാര്യവും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇന്നലെ തീർച്ചയായിട്ടും അതിന് വലിയ ഗൗരവമുണ്ട്. താങ്കൾ പറഞ്ഞതുപോലെ ഇന്നലെയാണല്ലേ പരാതി കൊടുത്തത്? അല്ല, ഞാൻ 5-ാം തീയതി DGPക്ക് മെയിൽ ചെയ്തു. DGPക്ക് നേരിട്ട് പരാതി കൊടുക്കുകയായിരുന്നോ? മെയിൽ ചെയ്യുകയായിരുന്നു. എന്നാണ് ഇത്? ഈ അൻവറിന്റെ വാർത്താ സമ്മേളനം കഴിഞ്ഞ എത്ര ദിവസത്തിന് ശേഷമാണ് ഈ പരാതി കൊടുത്തത്? 1-ാം തീയതി വാർത്താ സമ്മേളനം നടന്നു. അന്ന് 5 മണിക്കത്തെ 6 മണിക്കത്തെ വാർത്ത ന്യൂസിനകത്തു നിന്നാണ്, ഏഷ്യാനെറ്റിന്റെ ന്യൂസിൽ നിന്നാണ് ഞാൻ ഇവരെ മനസ്സിലാക്കിയത്. അത് കഴിഞ്ഞ് 5-ാം തീയതിയാണ് പരാതി കൊടുത്തത്. 5-ന് പരാതി കൊടുത്തു അല്ലേ? കൊടുത്തു, DGPക്ക് കൊടുത്തു. ശരി. അപ്പോൾ ഈ അൻവറിനെ പൂട്ടാൻ CPM കാത്തിരിക്കുന്നുണ്ട്. അതിനിടയിലാണ് താങ്കളുടെ പരാതി വരുന്നത്. അപ്പോൾ താങ്കൾ പാർട്ടി അനുഭവമുള്ള ആളാണോ? അല്ലല്ല, എനിക്കൊരു പാർട്ടിയോടും താല്പര്യമില്ല. നേരത്തെ ഞാനൊരു കോൺഗ്രസ്സുകാരനായിരുന്നു. ഇപ്പം ഒരു പാർട്ടിയിലും മെമ്പർഷിപ്പോ അല്ലെങ്കിൽ ഒരു പാർട്ടിയോടും പ്രത്യേക ആഭിമുഖ്യമോ അടുപ്പോ ഒന്നും ഇല്ലാത്തവനാണ്. അപ്പോ ഈ അൻവർ ആരോപണം ഉന്നയിച്ചത് ADGP ഫോൺ ചോർത്തുന്നു എന്നുകൂടിയാണ്. അപ്പോൾ താങ്കൾ എന്തുകൊണ്ടാണ് അതിൽ പരാതി നൽകാതിരുന്നത്? താങ്കളുടെ പരാതിയിൽ അക്കാര്യങ്ങൾ ഉന്നയിച്ചിരുന്നു. അതും അതീവ ഗൗരവമായ കാര്യമാണല്ലോ, ഇതിനോടനുബന്ധിച്ച് തന്നെ ചർച്ച ചെയ്യേണ്ട കാര്യമാണല്ലോ. അല്ലാതെ ADGP ഫോൺ ചോർത്തി എന്ന് പറയുന്നുണ്ട്. അത് ശരിയാണ്. ഇങ്ങേർക്ക് ആരധികാരം കൊടുത്തു? MLA എന്ന നിലയിൽ പുള്ളിയെ ആര് ചുമതലപ്പെടുത്തി ഫോൺ ചോർത്താൻ? തീർച്ചയായും അത് തെറ്റ് തന്നെയാണ്. അൻവർ അത് തുറന്ന് പറയുകയും ചെയ്തു. പക്ഷെ അതിനോടനുബന്ധിച്ച് പറയുകയും കൂടെ ചെയ്തു. പബ്ലിക്കിന് ഉണ്ടാക്കിയിരിക്കുന്ന എന്ത് മെസ്സേജാണ് പബ്ലിക്കിന് അത് നൽകിയിരിക്കുന്നത്? അതെ, തീർച്ചയായിട്ടും. ഒരു MLA എന്ന നിലയിൽ MLAക്ക് ഇത് ആകാമെങ്കിൽ ഇത് താഴോട്ടുള്ളവർക്ക് എന്താകാം? അപ്പോൾ ഇവിടുത്തെ നിയമ സംവിധാനങ്ങളെ സംരക്ഷിക്കേണ്ട പോലീസ് ഉദ്യോഗസ്ഥർക്കും അങ്ങനെ ആകാമെന്നാണോ? എന്ന് ഞാൻ പറഞ്ഞില്ല. അത് നോക്കാൻ ഇവിടെ സംവിധാനങ്ങളുണ്ടല്ലോ വേറെ. പക്ഷേ നോക്കിയിട്ടില്ല. താങ്കൾ ആ ഒരു ഉത്തരവാദിത്വം കൂടി ഇതിലും കൂടി കാണിക്കാമായിരുന്നില്ലേ? അല്ല, ഇത് ഇങ്ങനെ പറഞ്ഞുള്ള അറിവല്ലേ ഉള്ളൂ. ADGPയുടെ ഫോൺ മുഖ്യമന്ത്രിയുടെ ഒക്കെ ഫോൺ ADGP ചോർത്തി എന്നുള്ളത് ഇങ്ങനെ പറഞ്ഞുള്ള അറിവല്ലേ ഉള്ളൂ. ഇങ്ങേര് ചെയ്ത കാര്യമല്ലേ ഇങ്ങേര് പറഞ്ഞത്. അതിനെതിരെയാണ് ഞാൻ പ്രതികരിച്ചത്. അത് തന്നെയല്ല, പുള്ളിക്ക് എന്തെല്ലാം മാർഗങ്ങളുണ്ടായിരുന്നു. ഇത് പരസ്യമായി പറയാതെ ഇങ്ങേർക്ക് നിയമസഭയിൽ അവതരിപ്പിക്കാമായിരുന്നു, മന്ത്രിസഭയിൽ ഈ വിഷയം അവതരിപ്പിക്കാമായിരുന്നു. അതുകൊണ്ട് ഈ രണ്ടിടത്തും നടക്കുന്നില്ലെങ്കിൽ ആവശ്യമായ തെളിവുകളുണ്ടെങ്കിൽ ഇങ്ങേർക്ക് കോടതിയെ സമീപിക്കാം, ഹൈക്കോടതിയെ. അതെന്താ ചെയ്യാഞ്ഞ്? അപ്പൊ ഇതിന്റെ പിന്നിൽ അതൊന്നും അല്ല ലക്ഷ്യം, മറ്റെന്തോ ലക്ഷ്യമാണ്. നമുക്കത് ബാധകമല്ല. പക്ഷെ പുള്ളി ചെയ്യുന്ന ജോലി പൊതുപ്രവർത്തനം എന്നുള്ള നിലയിൽ MLA എന്നുള്ള നിലയിൽ ചെയ്താൽ മതി. കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു MLA ഞാൻ ഫോൺ ചോർത്തിയിട്ടുണ്ടെന്നുള്ള കുറ്റസമ്മതം നടത്തുന്നത് പരസ്യമായിട്ട്. ശരി, മനസ്സിലാക്കുന്നു.
നന്ദി ശ്രീ തോമസ്. പരാതിക്കാരനാണ് ഇപ്പോൾ മീഡിയ അവരോട് പ്രതികരിച്ചത്. അദ്ദേഹം പറയുന്നത് 5-ാം തീയതി നേരിട്ട് ഈ പരാതി DGPക്ക് നൽകിയിരുന്നു എന്നാണ്. അതിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. തനിക്ക് CPM അനുഭവമുള്ള ആളല്ല, പഴയ കോൺഗ്രസ്സുകാരനായിരുന്നു. ഇപ്പോൾ ഒരു MLA തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചരിത്രത്തിൽ തന്നെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല, ഫോൺ ചോർത്തി എന്ന മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിരുന്ന് പറയുകയാണ്. അതുകൊണ്ട് അതിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഇപ്പോൾ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ പരാതി നൽകുകയാണ് എന്നാണ് പരാതിക്കാരനായ തോമസ് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്.